ഹായ്, നമ്മൾ ടയർ 2 ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൈമർ ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നിങ്ങളും ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് റീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. ഞാൻ ടൈമർ നിങ്ങൾക്ക് അറിയാം, ഞാൻ ടൈമർ തരും. 45 സെക്കൻഡേ ഉള്ളൂ. 45 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. It's a very simple question, isn't it? Okay, your time's up. ആൻസർ കിട്ടിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഇൻകം എക്സ്പെൻഡിച്ചർ ക്വസ്റ്റൻ ആണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇൻകം എന്ന് പറയുന്നതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ശരിയല്ലേ? ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിംഗ് ആണ്. എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ഇൻകം ഓഫ് എക്സ് ആൻഡ് വൈ. മന്ത്ലി ഇൻകം 5:4 ആണെന്നും അവരുടെ മന്ത്ലി എക്സ്പെൻഡിച്ചർ 9:7 ആണെന്നുമാണ് പറഞ്ഞേക്കണേ, അല്ലേ? അതിന് പറഞ്ഞേക്കുന്നത് ഇൻകം ഓഫ് വൈ ഈസ് ഈക്വൽ ടു ദ എക്സ്പെൻഡിച്ചർ ഓഫ് എക്സ് എന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻകം ഓഫ് എക്സ് to income of y is given. What is the ratio? The ratio is 5:4. എന്താണ്? 5:4 ആണ് തന്നിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ്പെൻഡിച്ചർ ഓഫ് എക്സ് to എക്സ്പെൻഡിച്ചർ ഓഫ് വൈ. ഓക്കെ, അതും തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? അത് 9:7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്തോ രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്? ദ ഇൻകം ഓഫ് വൈ ഇസ് ഈക്വൽ ടു ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ, അല്ലേ? എക്സ്പെൻഡിച്ചർ ഓഫ് എക്സ്, അതായത് ഇതാണ് എക്സ്പെൻഡിച്ചർ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇൻകം ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആക്കേണ്ടേ ആദ്യം. ഇത് 9 ആണ്, അത് 4 ആണ്. സോ ക്ലിയർ ആയിട്ട് എന്താണ്? അതിന് LCM-ലോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ നമ്മൾ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, അവിടെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 4 × 9 36 ആവും. അവിടെ 36 ആക്കാൻ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. താഴെയുള്ളത് 9 ആണ് ഓൾറെഡി. അപ്പോൾ അതിനെ ഞാൻ 36 ആക്കണമെങ്കിൽ ഇവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ സിമിലർലി ഇവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വാട്ട് ആർ ദ വാല്യൂസ്? 9 × 5. ഓക്കെ, വാട്ട് ഈസ് ദിസ് വാല്യൂ? 45 എന്ന് വരും, അല്ലേ? 45 എന്ന് വരും. ഏത് വാല്യൂ? ഈ ഒരു വാല്യൂ 45 എന്ന് വരും. പിന്നെ ഇത് എത്രയാ? ഇത് നമുക്ക് 36 എന്ന് കിട്ടും. 36 എന്ന് കിട്ടും, ശരിയല്ലേ? പിന്നെ താഴെയുള്ള ഈ വാല്യൂ എത്രയാ? 4 × 9. ഓക്കെ, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? 36 ആണ്. 36 ഇത് എക്സ്പെൻഡിച്ചർ, അല്ലേ? ഇവിടെയോ 7 × 4 28. ഓക്കെ, അപ്പോൾ എന്തായി? നമുക്ക് മുകളിലുള്ളത് ഇൻകം ആണ്, താഴെയുള്ളത് എക്സ്പെൻഡിച്ചർ ആണ്. സോ ക്ലിയർലി ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ സബ്ട്രാക്ട് ചെയ്താൽ സേവിങ്സിന്റെ റേഷ്യോ കിട്ടും. സോ ദ ആൻസർ ഇസ് 9:8. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, സോ ഹിയർസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. Okay, your time is up. Your time is up. Okay, ശരി. What is the question? The market price of an article is rupees 550. A shopkeeper allows a discount of 20% and still gets a profit of 10%. If he sells it for rupees 470, his profit percentage will be. Okay, very simple question. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരേ ക്വസ്റ്റനിൽ പ്രോഫിറ്റിനെ പറ്റിയും അതേ ക്വസ്റ്റനിൽ തന്നെ മാർക്കറ്റ് പ്രൈസിനെ പറ്റി, ഡിസ്കൗണ്ടിനെ പറ്റിയും പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം. അവിടെ നമുക്ക് വേണ്ട റേഷ്യോ എന്താണ്? അവിടെ നമുക്ക് വേണ്ടത് മാർക്കറ്റ് പ്രൈസ് ടു സെല്ലിംഗ് പ്രൈസ് ഇങ്ങനെ തന്നെ എഴുതണം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? മാർക്കറ്റ് പ്രൈസസ് ടു സെല്ലിംഗ് പ്രൈസസ് ടു കോസ്റ്റ് പ്രൈസ്, ഈ റേഷ്യോ തന്നെ എഴുതണം. ഓക്കെ, ശരി. എന്താ പറയുന്നത്? ഷോപ്പ് കീപ്പർ അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 20%. ഷോപ്പ് കീപ്പർ ഡിസ്കൗണ്ട് കൊടുത്തു 20% എന്ന് പറയുമ്പോൾ 5ന്റെ സാധനം 4ന് കൊടുത്തു, ശരിയല്ലേ? സോ 5:4 ആയിരിക്കും മാർക്കറ്റ് പ്രൈസ് ടു സെല്ലിംഗ് പ്രൈസ് റേഷ്യോ. അപ്പോൾ അതേ 4നെ തന്നെ ഇവിടെ എഴുതണം നമുക്കറിയാം.
പിന്നെ he still gets a profit of 10%. 10% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് 10ന്റെ സാധനം 11 സെല് ചെയ്തു. പ്രോഫിറ്റ് പറയുമ്പോൾ സി പി എസ് പിയും തമ്മിലുള്ള റേഷ്യോ ആണ്. സോ 10ന്റെ സാധനം 11 സെല് ചെയ്തു. സോ ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മൾ 11 തന്നെ എടുക്കണം. ഓക്കെ, കഴിഞ്ഞു. വാട്ട് ഇസ് ദ റേഷ്യോ? 5 into 11 55 is to 4 into 11 44 is to 4 into 10 40, isn't it? So you got the ratio of marked price is to selling price is to cost price ന്റെ റേഷ്യോ കിട്ടി. ഇനി എന്താ പറയുന്നത്? The article was marked at rupees 550 എന്ന് പറയുമ്പോൾ ഇതാണ് ക്ലിയർ ആയിട്ട് നമുക്ക് തന്നേക്കണേ. അപ്പോൾ 55 യൂണിറ്റ് ആണ്. 55 യൂണിറ്റ് ആണ് തന്നേക്കണേ. എത്രയാണ്? 550 ആണെന്ന് പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്താണ്? ഒരു യൂണിറ്റിന്റെ വാല്യൂ 10 ആണ് അല്ലേ? ഒരു യൂണിറ്റിന്റെ വാല്യൂ 10. അപ്പോൾ ഈ 40 യൂണിറ്റിന്റെ വാല്യൂ എനിക്ക് കിട്ടുമല്ലോ, കാരണം അതാണ് നമ്മളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞത്. 40 യൂണിറ്റിന്റെ വാല്യൂ എത്രയാ? 400. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി? നമുക്ക് മനസ്സിലായി ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 ആണ്. അപ്പോൾ ആ 400 രൂപയുടെ സാധനമാണ് അയാൾ പിന്നീട് എത്രയ്ക്ക് സെല് ചെയ്യുന്നത്? 470 സെല് ചെയ്യുന്നത്. എന്താണ്? 400 രൂപയുടെ പ്രോഡക്റ്റ് അയാൾ 470 സെല് ചെയ്യുന്നു. 400 രൂപയുടെ പ്രോഡക്റ്റ് അയാൾ 470 സെല് ചെയ്യുന്നു. ഓക്കെ, വാട്ട് ഇസ് ദ പ്രോഫിറ്റ്? 400 രൂപയുടെ പ്രോഡക്റ്റ് 470 സെല് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് 70 upon വാട്ട് ഇസ് ദ സി പി? 400 into 100 എന്ന് പറയുമ്പോൾ വെരി സിമ്പിൾ. 70/4 ആൻസർ is 17.5. 70/4 answer is 17.5. മനസ്സിലായോ? Again a very simple question, easily solvable. Here's your next question and your timer starts now. Okay. (2019) CPO question. Okay, time's up. Okay, 45 സെക്കൻഡിനുള്ളിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, ശരി. ദ പോപ്പുലേഷൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ബട്ട് സ്റ്റിൽ 45 സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സിനുള്ള ആൻസർ കണ്ടുപിടിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ അപ്രോച്ച് മാറ്റേണ്ടി വരിക കേട്ടോ. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഹാസ് ഇൻക്രീസ്ഡ് ബൈ 5% അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ആൻഡ് ഡിക്രീസ്ഡ് ബൈ 4% അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ. സോ സക്സസീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. നമുക്കറിയാം പോപ്പുലേഷൻ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എന്ന് പറയുമ്പോൾ സക്സസീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. If the population at the end of the second year was 5,51,000, sorry, it's 55 lakh അല്ലേ? 55,12,248. Then the population at the beginning of the first year was, actually 55 ലക്ഷമാണോ 55,000 ആണോ 5,51,000 അതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല, നമ്പർ മാത്രം നമുക്ക് കണ്ടാൽ മതി അല്ലേ? Then the population at the beginning of the first year was, very simple question, സക്സസീവ് ചേഞ്ച് ആണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. നമ്മളെന്താ ചെയ്യാറ്? നമ്മൾ നോർമലി എക്സ് ആണെന്ന് അസ്യൂം ചെയ്യും അല്ലേ? എക്സ് ഇൻറ്റു ആദ്യത്തെ ചെയ്യുന്ന എന്താ? 5% അവിടെ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത്. 5% ഇൻക്രീസ് ആണെങ്കിൽ എക്സിൻ്റെ 21/20 ആയി മാറിയിട്ടുണ്ടാവും ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം അല്ലേ? പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? 4% കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം 4% കുറഞ്ഞു അറ്റ് എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ എത്രയും മാറിയിട്ടുണ്ടാവണം? 24/25 ആയി മാറിയിട്ടുണ്ടാവണം. ഇസ് ഇറ്റ് കറക്റ്റ് അല്ലേ? അതാണ് എന്ത്? അതാണ് 55/12,248 എന്ന് പറയുന്നത്. Now this is a bit calculative, isn't it? Very simple question. എന്ത് ചെയ്യണം എന്നറിയാം, എന്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യണം എല്ലാം അറിയാം, പക്ഷേ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് സമയമെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്രോച്ച് ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച് എന്തായിരിക്കും? ഇതിനെക്കാട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. നമുക്കറിയാം സക്സസീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. സക്സസീവ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ചേഞ്ച് ആണെങ്കിൽ ടോട്ടൽ അവിടെ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടായി നമുക്ക് പറയാൻ പറ്റുമല്ലോ? പറയാൻ പറ്റില്ലേ? 5% ഇൻക്രീസ് ഉണ്ടായി, 4% ഡിക്രീസ് ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ ക്യുമുലേറ്റീവായി ടോട്ടൽ അവിടെ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് സംഭവിച്ചു? 5% ഇൻക്രീസ് ഉണ്ടായി, 4% ഡിക്രീസ് ഉണ്ടായി, -20/100, isn't it? -20/100. 5 - 4 1 -0.2, that is equal to what? That is equal to 0.8%. 0.8%ൻ്റെ ചേഞ്ച് ആണ് അവിടെ സംഭവിച്ചേക്കണം അല്ലേ? 0.8ൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. സോ ക്ലിയർലി 0.8ൻ്റെ ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഏതോ ഒരു വാല്യൂ ഇൻക്രീസ്ഡ് ബൈ 0.8, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഏതോ ഒരു വാല്യൂ നമുക്കറിയില്ല, അത് ഇൻക്രീസ്ഡ് ബൈ 0.8.
ഫൈനൽ ചേഞ്ച് അതാണ് എന്തായിട്ട് മാറിയത് 55, 12, 248 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏതോ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്തതിന് ശേഷമാണ് 55,012, 248 ആയെന്ന് പറയുമ്പോൾ ഈ ആൻസർ ആകാൻ പറ്റുമോ? 55,772, 950 എന്ന് പറയുന്ന വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ഫസ്റ്റ് ഓപ്ഷൻ അതിനെക്കാട്ടും വലിയൊരു വാല്യൂ അല്ലേ ആവുക. പക്ഷേ ഈ കണ്ടീഷൻ അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യപ്പെടില്ല. ദിസ് കനോട്ട് ബി മൈ ആൻസർ. അപ്പോൾ 55,000 തുടങ്ങുന്ന ഒരെണ്ണം ആൻസർ ആകാൻ പറ്റില്ലെങ്കിൽ പിന്നെ 56,000 തുടങ്ങുന്ന എങ്ങനെ ആൻസർ ആകാൻ പറ്റും? സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 0.8 ചേഞ്ച് ആണ്. 0.8 ചേഞ്ച് ആണെന്ന് പറയുമ്പോൾ 1% ചേഞ്ച് പോലും അവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടോ? 1% ഇൻക്രീസ് പോലും അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. ഉണ്ടോ? പറയൂ, ഉണ്ടോ? 1% ചേഞ്ച് പോലും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് ആൻസർ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എളുപ്പം നമ്മൾ എന്ത് ചെയ്യുക? 1% ജസ്റ്റ് കണ്ടുപിടിച്ച് നോക്ക്. 5300,420 കൂടെ അതിൻ്റെ 1% നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ 1% എത്രയാ? ഇതിൻ്റെ 1% ഇവിടെ 0.2 വരും അല്ലേ? 0.2 അതായത് 40,035.2 അതന്നെ ആഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? 0.2. 0.2 ഉണ്ടാവില്ല അല്ലേ? അപ്രോക്സിമേറ്റ്ലി ഈ 0.2 ഇതിനെ നമുക്ക് ഒഴിവാക്കി, ഇതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ആ 0.2 ചേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. എന്ത് വരും? 4, 2, 4, 3, 5, 3, 5. ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ? 53,000 അല്ലെങ്കിൽ 53,420 എന്ന് പറയുന്ന വാല്യൂവിന് 1% ഇൻക്രീസ് ഉണ്ടായാൽ തന്നെ 1% ഇൻക്രീസ് ഉണ്ടായാൽ തന്നെ അത് 53,424 ആകുന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്കിവിടെ എത്രയാണ് ചേഞ്ച് വന്നേക്കണേ? 0.8 ഇൻക്രീസ് ആ വന്നേക്കണേ. അപ്പോൾ 53,00420 1% ഇൻക്രീസ് ഉണ്ടായാൽ പോലും ഈ വാല്യൂ എത്തത്തില്ല. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഓപ്ഷൻ സി ഹാസ് ടു ബി ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, 54,68,500 ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം 54,68,500 8% ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you have to get that value 55,12,248. Got it? Okay, now moving on to the next question. Here's your next question. Type 2 question 2019. Timer starts now. Speed up. Very simple question. Similar ആയിട്ടുള്ള question already നമ്മൾ ചെയ്തു. First question, isn't it? Okay, your time is up. The monthly income of A and B are in the ratio 3:5. Okay, again an income expenditure question. See, ഈ ഒരു സെറ്റിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് പെർസെൻറ്റേജ്, ഒന്ന് റേഷ്യോ, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജ്, മിക്സ്ചർ അലിഗേഷൻ ഒക്കെ നമ്മൾ വേറെ സെറ്റ്സിൽ ഡീൽ ചെയ്യുന്നതായിരിക്കും. 3 ചാപ്റ്റേഴ്സ് ആണ് മെയിൻലി ഈ സെറ്റ്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംപ്ലിഫിക്കേഷനിലെ ക്വസ്റ്റൻ, നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റൻ അതും ഇവിടെ കാണാത്തത് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, അതൊക്കെ വേറെ സെറ്റ്സിലുണ്ടാവും. മന്ത്ലി ഇൻകം ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 3:5 എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എൻ്റെയും ബിൻ്റെയും മന്ത്ലി ഇൻകത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3:5. Okay, and the ratio of the savings is 2:3. Ratio of savings is also given to you 2:3. ഓക്കെ, അപ്പോൾ സേവിങ്സിന് സബ്ട്രാക്ട് ചെയ്താൽ ഇൻകത്തിന് സേവിങ്സ് സബ്ട്രാക്ട് ചെയ്ത് എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചർ കിട്ടും. ക്വസ്റ്റൻ തന്നെയാണ് വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ആൻഡ് ബി. ഓക്കെ, ഇഫ് ദ ഇൻകം ഓഫ് ബി, ബിയുടെ ഇൻകത്തിനെ പറ്റിയാണ് പറഞ്ഞേക്കണേ, ഇസ് 3 times വാട്ട്? 3 times ദ സേവിങ്സ് ഓഫ് എ. എയുടെ സേവിങ്സ് എവിടെ? ഇതിൻ്റെ അതിൻ്റെ 3 times ആണെന്നാണ് പറയുന്നത്. എയുടെ സേവിങ്സിന് 3 times. അപ്പോൾ ആദ്യം എന്ത് ചെയ്താൽ മതി? എയുടെ സേവിങ്സിന് ഈക്വൽ ആക്കാൻ ഞാൻ അത് ഇതിനെ 3 times എന്നല്ലേ പറഞ്ഞത്. ഇപ്പം ഇതിനെ ഇൻറ്റു 5 ചെയ്തു ഞാൻ, അപ്പോൾ അത് 10 ആവും. ഇതിനെ ഇൻറ്റു ഞാൻ 5 ചെയ്തു കേട്ടോ. ഓക്കെ, കറക്റ്റ് ഈക്വൽ ആക്കാമല്ലോ എനിക്ക്. 5 × 2 10, 3 × 5 15, കറക്റ്റ് ആയല്ലോ 10. അപ്പോൾ ഇനി ഇതിൻ്റെ 3 times ആക്കാനോ എളുപ്പം കേട്ടോ. ഇത് ഈക്വൽ ആക്കണ്ടേ ഞാൻ? 2ൻ്റെ 3 times എന്ന് പറയുമ്പോൾ ഇത് 6 ആയിട്ട് മാറൂലടാ. പക്ഷെ എനിക്ക് വേണ്ടത് എന്താ? ഇത് 6 ഇൻറ്റു സംതിങ് വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഞാനിതിലാകെ 10 ആക്കി. അപ്പോൾ 10 ആകുമ്പോൾ അതെത്ര വരണം? അത് 30 വരണം. എയുടെ സേവിങ്സിൻ്റെ 3 times ആണ് ബിയുടെ ഇൻകം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ എന്താക്കി? ഇതിനെ ഞാൻ 10 ആക്കി കേട്ടോ. അപ്പോൾ ഇതിനെ 10 ആക്കും. ഇതെത്ര വരും? 6 ചെയ്ത് എന്താവും? കറക്റ്റ് അല്ലേ? 5 × 10 ഇവിടെ എന്താവും? 5 × 6 30. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. കഴിഞ്ഞു. 6 3s are ഓക്കെ, 6 3s are
18 is to 5 6 are 30. So this is the income of A and B. And what is the savings? Savings is 5 2s are 10 is to 3 5s are 15. Okay, subtract savings income minus saving in the expenditure. അപ്പോൾ എത്ര വരും? 8 is to 15. Very simple question. Okay, option B is the right answer for this question. Clear? Okay, now let's move on to the next question. Here's your next question and your timer starts now. Okay, time's up. Okay, time's up. A vendor bought 40 dozen of fruits for rupees 2,400. Out of this, 30 fruits were rotten and thrown away. At what rate per dozen should he sell the remaining fruits to make a profit of 25%? എന്താണ് വെണ്ടർ 40 ഡസൺ ഫ്രൂട്ട്സ്. അപ്പോൾ ഒന്നുകിൽ ഈ ഡസനെ നിങ്ങൾ കൺസിഡർ ചെയ്യാതിരിക്കുക, ഡസൺ എന്നുള്ളത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഡസനെ കൺസിഡർ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം കേട്ടോ. അതായത് 30 ഫ്രൂട്ട്സിനെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഡസനെ നിങ്ങൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ 30 ഫ്രൂട്ട്സിനെ നിങ്ങൾ എത്ര ഡസനാന്നുള്ളത് കൺസിഡർ ചെയ്യുക. 30 ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എത്രയാവും? 30 ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ 2.5 ഡസനാണ്. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ടോട്ടൽ ഫ്രൂട്ട്സ് എടുത്ത് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ടോട്ടൽ ഫ്രൂട്ട്സ് എടുത്ത് കൺസിഡർ ചെയ്യാം. അപ്പോൾ വെണ്ടർ ബോട്ട് 40 ഡസൺ ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ 40 ഡസൺ എന്ന് പറയുമ്പോൾ 12 ഫ്രൂട്ട് വെച്ചിട്ട് ടോട്ടൽ ഫ്രൂട്ട്സ് എത്രയായി? ടോട്ടൽ ഫ്രൂട്ട്സ് എത്രയാ? ടോട്ടൽ ഫ്രൂട്ട്സ് ഞാൻ 40 × 12 അല്ലേ, 40 × 12 480 ഫ്രൂട്ട്സ് ആണെന്ന് വെച്ചോ. 480 ഫ്രൂട്ട്സ് ആണ് അയാൾ മേടിച്ചത്. എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? പറഞ്ഞിട്ടുണ്ടല്ലോ, കോസ്റ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ, 2400 രൂപയ്ക്കാണ് മേടിച്ചത്. ഇനി അയാൾ എത്രയാ പ്രോഫിറ്റിന് വിറ്റത്? 25. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 25% പ്രോഫിറ്റിന് വിറ്റു എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് വരിക? 2400 25% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5/4 അല്ലേ? എത്രയാണ് വരിക? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കിട്ടിയല്ലോ. സെല്ലിംഗ് പ്രൈസ് 3000 രൂപയ്ക്കാണ് സെല്ല് ചെയ്തു. 2400 രൂപയ്ക്ക് മേടിച്ച സാധനത്തിന് 3000 രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഓക്കെ, പ്രോഫിറ്റ് കിട്ടി, ശരി. പക്ഷേ ഇപ്പോൾ എത്ര ഫ്രൂട്ട്സ് ഉള്ളത്? അതിന് 30 ഫ്രൂട്ട്സ് അയാൾ റോട്ടൺ ആയതുകൊണ്ട് ഹി ത്രീ അവേ അല്ലേ? 30 ഫ്രൂട്ട്സിനെ ഹി ത്രീ അവേ എന്ന് പറയുമ്പോൾ 480 ഫ്രൂട്ട്സാണ് ഉണ്ടായിരുന്നത്. അതിൽ 30 എണ്ണം പോയാൽ ബാക്കി എത്രയാണുള്ളത്? ബാക്കി 450 ഫ്രൂട്ട്സ് ആണുള്ളത്. മൊത്തം 3000 രൂപയ്ക്ക് സെല്ല് ചെയ്തു. 3000 രൂപയ്ക്ക് സെല്ല് ചെയ്തു. അപ്പോൾ 3000/450, 3000 രൂപയ്ക്ക് സെല്ല് ചെയ്തു, ഡിവൈഡഡ് ബൈ 450 ചെയ്താൽ ടോട്ടൽ അവിടെ ഒരു ഫ്രൂട്ടിൻ്റെ വില കിട്ടും അല്ലേ? ഇൻറ്റു 12 കൂടി ചെയ്താൽ പെർ ഡസൻ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം എന്താ വരിക? 15 ഇവിടെ പ്രാവശ്യം പോകും, 15 ഇവിടെ 2 0 0, 15 ഇവിടെ പ്രാവശ്യം പോകും, 15 ഇവിടെ 3 0. ഇനി ഈ 0 വെട്ടിപ്പോവും, ഈ 0 വെട്ടിപ്പോവും, 3 12-നെ 4 പ്രാവശ്യം വെട്ടിക്കളയും. 4 × 20 ₹80. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ₹80 is the right answer for this question. Very simple question. വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. Two 2019 Tier 2 question. Okay, your time is up. This is a very good question. Tier 2 question ആണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ യു മൈറ്റ് ടേക്ക് മോർ ദാൻ 1 minute ഓർ അറ്റ് മോസ്റ്റ് 1 minute. അപ്പോൾ അങ്ങനെ എടുക്കാൻ പാടില്ല. അതിനാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. In an examination, Shreya scored 84 out of 90 in mathematics, 45 out of 50 in science, 23 out of 25 in computer science, and 68 out of 80 in English. In which subject did Shreya score the highest percentage? Very simple question, isn't it? അപ്പോൾ പല രീതിയിൽ ചെയ്യാം, നമുക്ക് പല രീതിയിൽ ചെയ്യാം.
ഓക്കെ, നോർമലി നിങ്ങൾ ചെയ്യുന്ന രീതി ശ്രേയയ്ക്ക് ടോട്ടൽ ഹയസ്റ്റ് പെർസെൻറ്റേജ് കിട്ടിയ എത്രയാണ്? അപ്പോൾ 84/90 ചെയ്താൽ ശ്രേയയുടെ ആദ്യത്തതിൻ്റെ കിട്ടും അല്ലേ. 84/90 × 100 ചെയ്താൽ 45/50 ചെയ്താൽ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ കിട്ടും. എഗെയിൻ 23/25 ചെയ്താൽ അടുത്ത സബ്ജക്റ്റിന് കിട്ടും. അതുപോലെ 68/80 ചെയ്താൽ അടുത്ത സബ്ജക്റ്റിന് കിട്ടും. ഓക്കെ, സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം നമുക്ക്. പക്ഷെ ഇവിടെ ഞാൻ മറ്റൊരു രീതിയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശ്രേയ ഇവിടെ ഏത് സബ്ജക്റ്റിലാണ് ഹയസ്റ്റ് പെർസെൻറ്റേജ് മേടിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒന്നിക്കൽ ശ്രേയ മേടിച്ച മാർക്കിൻ്റെ ബേസിസിൽ, ശ്രേയ എത്ര മാർക്കാണോ മേടിച്ചത് അതിൻ്റെ ബേസിസിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ശ്രേയക്ക് എത്ര മാർക്കാണോ നഷ്ടപ്പെട്ടത് അതിൻ്റെ ബേസിസിൽ നമുക്ക് പറയാം. കാരണം ഇവിടെ 84 മാർക്ക് ശ്രേയ മേടിച്ചു 90 എന്ന് പറയുമ്പോൾ ശ്രേയക്ക് ആകെ എത്ര മാർക്കേ പോയിട്ടുള്ളൂ? ശ്രേയക്ക് ആകെ എത്ര മാർക്കേ പോയിട്ടുള്ളൂ കേട്ടോ? 84 മാർക്ക് മേടിച്ച് 90 എന്ന് പറയുമ്പോൾ 6 മാർക്കേ പോയിട്ടുള്ളൂ 90. 6 മാർക്കേ പോയിട്ടുള്ളൂ 90 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? 6 മാർക്കേ പോയിട്ടുള്ളൂ 90 എന്ന് പറയുമ്പോൾ 6/90 6/90 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ തിരിച്ച് 84/90 എന്ന് പറഞ്ഞതിന് പകരം ഞാൻ ശ്രേയക്ക് നഷ്ടപ്പെട്ട മാർക്ക്, ഏറ്റവും കുറവ് മാർക്ക് ആർക്കാണോ നഷ്ടമായത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് ഏറ്റവും കുറച്ച് മാർക്ക് പോയത് ആ സബ്ജക്റ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ 84/90 × 100 പറയുന്നതിനെക്കാട്ട് എളുപ്പമാണ് നഷ്ടപ്പെട്ട മാർക്ക് പറയാൻ അല്ലേ. 6/90 × 100 എന്ന് പറയുമ്പോൾ 6/9 എന്ന് പറഞ്ഞാൽ എന്താ? 2/3 66.66 ആണ്. സോ ക്ലിയർലി 6/90 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 66.66 ആയിരിക്കത്തില്ല. എത്രയായിരിക്കും പറയടോ? 6.66 ആയിരിക്കും. അപ്പോൾ 6.66 മാർക്കാണ് ശ്രേയക്ക് അവിടെ നഷ്ടപ്പെട്ടത്. അപ്പോൾ 93.33% മാർക്ക് എവിടെ കിട്ടി? ശ്രേയക്ക് മാത്സിൽ കിട്ടി. അടുത്തത് ശ്രേയക്ക് എത്രയാണ് പോയത്? ശ്രേയക്ക് 45 മാർക്കാണ് 50 കിട്ടിയത് എന്ന് പറയുമ്പോൾ ഓക്കെ 5 മാർക്കാണ് ശ്രേയക്ക് അവിടെ പോയത്. എത്രയാ? 50-ൽ 5 മാർക്ക് പോയി എന്ന് പറയുമ്പോൾ ഓക്കെ പറഞ്ഞേ, ശ്രേയക്ക് അവിടെ എത്ര മാർക്ക് നഷ്ടപ്പെട്ടു? 10% മാർക്ക് ശ്രേയയുടേത് പോയി അല്ലേ. എന്ന് വെച്ചാൽ 90% അവിടെ കിട്ടിയിട്ടുള്ളൂ. ശരിയല്ലേ പറയുന്നത്? ഇനി മൂന്നാമത്തതല്ലോ 23/25 ആണ് കമ്പ്യൂട്ടർ സയൻസിൽ മേടിച്ചതെന്ന് പറയുമ്പോൾ 2 മാർക്ക് പോയി. എത്രയിൽ? 25 എന്ന് പറയുമ്പോൾ 2/25 എന്ന് പറയുമ്പോൾ 8% മാർക്കാണ് ശ്രേയക്ക് അവിടെ നഷ്ടപ്പെട്ടത്. ഇനി നാലാമത്തേൽ എന്താ പറയുന്നത്? 68/80 എന്ന് പറയുമ്പോൾ 12 മാർക്ക് പോയി. എത്രയിൽ? 80. 12 പോയി 80 എന്ന് പറയുമ്പോൾ എത്രയാണ് വരാൻ പോകുന്നത്? 10 പോയിന്റ് സംതിങ് അവിടെ എന്തായാലും പോയി. ബാക്കി നോക്കേണ്ട കാര്യമില്ലല്ലോ. 10 പോയിന്റ് സംതിങ് അവിടെ എന്തായാലും പോയി. ബിക്കോസ് 80ന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാടാ? 12 80ന്റെ എത്ര ശതമാനം എന്നല്ലേ ചോദിച്ചേക്കണേ. ഇത് പ്രകാരം 12 is what percentage of 80? 80യുടെ 10% തന്നെ 8 വന്നു. സോ 15% മാർക്ക് പോയി അവിടെ ഉറപ്പായിട്ടും. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ 15% മാർക്ക് ശ്രേയക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഏറ്റവും കുറവ് മാർക്ക് എവിടെയാണ് ശ്രേയക്ക് നഷ്ടപ്പെട്ടത്? കൃത്യമായിട്ട് നമുക്ക് പറയാം, ആദ്യത്തെ സബ്ജക്റ്റിലാണ് ശ്രേയക്ക് ഏറ്റവും കുറവ് മാർക്ക് നഷ്ടപ്പെട്ടത്. പെർസെൻറ്റേജ് ഏറ്റവും കുറവ് മാർക്ക് നഷ്ടപ്പെട്ടത് അവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ശ്രേയ മേടിച്ചത് എവിടെയായിരിക്കും? ആ സബ്ജക്റ്റ് തന്നെയായിരിക്കും. സോ മാത്തമാറ്റിക്സ് ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Hardly 30 seconds or 20-25 seconds is more than enough for this question. Okay?